ഇന്ന് കണ്ട വളരെ മനോഹരമായ ഒരു കാഴ്ച. സഹോദര സമുദായത്തിൽപ്പെട്ട ഒരമ്മ തൻ്റെ സമീപത്തുള്ള പള്ളിയിലെത്തി അവിടുത്തെ ഉസ്താദിനോടൊരു സങ്കടം പറഞ്ഞു. തൻ്റെ മകൻ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആക്സിഡൻ്റായി ഒരു കാൽ മുറിച്ചു കളയേണ്ടി വന്നു. തുടർന്ന് പകരം ഒരു കാല് വെക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയ ചെയ്യണം. ഏകദേശം 10 ലക്ഷത്തിന് മുകളിലാണ് ചിലവ് വരുന്നത്. ആ അമ്മയ്ക്കറിയാം മുസ്ലിമീങ്ങൾ സഹായിക്കുമെന്ന്. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് വന്നത്. അങ്ങനെ ആ ഉസ്താദ് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന പള്ളിയിൽ നിന്നും സഹോദര സമുദായത്തിൽപ്പെട്ട അയ്യപ്പ ഭക്തനായ സഹോദരന് വേണ്ടി തൻ്റെ മുമ്പിലുള്ള വിശ്വാസികളോട് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന വളരെ നയനസുന്ദരമായൊരു ദൃശ്യം നമുക്കൊന്ന് കാണാം. മണ്ണഞ്ചേരിയിലുള്ള ഒരാൾ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി, കാല് മുറിക്കുന്നു. അയാൾക്ക് ഒരു കൃത്രിമ കാല്, അതിനുവേണ്ടി ആ കുട്ടിയുടെ അമ്മ ഇവിടെ പിരിവിന് കൊണ്ടുപോയി. അപ്പൊ പോകുന്ന മുഖ്യങ്ങളെല്ലാം മനസ്സറിഞ്ഞു അവർ 10.5 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് ഈ കാല് വെക്കാൻ, വെട്ടുകാല് വെക്കാൻ. അതുകൊണ്ട് മുഖ്യങ്ങളെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആദരവ് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ പ്രയാസം കൊടുക്കുകയാണെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് പോകുന്നവരെല്ലാം നല്ല ഒരു സംഭാവന കൊടുക്കണമെന്ന് ദീനിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാം ചെയ്യൂല, എല്ലാം ചെയ്യൂല. പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ചോദ്യം കേട്ടില്ലേ? എല്ലാരും സഹായിക്കൂലേ? അവിടെ കൂടിയ വിശ്വാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സഹായിക്കും. യഥാർത്ഥ കേരള സ്റ്റോറി ഇങ്ങനെയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം തോളോട് തോള് ചേർന്ന് സാഹോദര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇടം. അതെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്.